ഞാനും അപ്പാവും ഇതുവരെ പിരിഞ്ഞ് താമസിച്ചിട്ടേ ഇല്ല. ഹോസ്റ്റലിലെ കമ്പനിയും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കൊണ്ട് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? പിന്നെ പോരാത്തതിന് ആഴ്ചതോറും നിന്റെ കത്തും. ആഴ്ചതോറും മതിയോ? ഡെയിലി ആകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ദിവസം ഒന്നിൽ കൂടുതൽ വേണ്ട. അല്ലെങ്കിൽ നിന്റെ ലെറ്റേഴ്സ് വായിക്കാൻ എനിക്ക് സമയം കാണും. എന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം വഴി കിടക്കും. പക്ഷെ പാവം അപ്പ ഒറ്റയ്ക്കിരുന്ന് വളരെ ഡിപ്രസ്ഡ് ആവും. അതിന് ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ആഴ്ചയിൽ മിനിമം ഒരു 3 തവണ എന്റെ ഒരു വിസിറ്റ് ഉണ്ടാവും. അങ്കിളിന് കമ്പനി കൊടുത്ത് ചേർപ്പ് ചെയ്ത് സ്മാർട്ട് ആക്കും. രാജു കൂടെ ഇല്ല എന്നൊരു ഫീലിംഗ് പോലും അങ്കിളിനുണ്ടാവില്ല. കണ്ടോളൂ, പ്രോമിസ്. ഓക്കേ തു, യു ആർ സോ സ്വീറ്റ്. അതെന്നോട് കടമയാക്കും രാജു. പാരുകണ്ണ, ഡെയിലി ഞാൻ നിനക്ക് ഓരോ കത്തയക്കും. അതുപോലെ നീ എനിക്കും. ഓക്കെ. പിന്നെ വീക്ക്ലി ട്വൈസ്. ഞാൻ വരേൻ. வேண்டாண்டா, எவ்வளவு தூரம் இருக்கு தெரியுமா? வேணா நான் அங்க வந்து உன்னை பார்த்துக்கிறேன். വെക്കേഷന് மட்டும் വന്നാ മതി. ഹോളിഡേയ്സിലൊക്കെ അവിടെ ഇരുന്ന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ വീക്ക്ലി ട്വൈസ് എന്ന് പറഞ്ഞതോ? അതോ വീക്ക്ലി ട്വൈസ്. എല്ലാ വ്യാഴാഴ്ചയും മധ്യാഹ്നം പുറത്ത് അറൌണ്ട് 4-4:30 ഞാൻ നിനക്കൊരു ഫോൺ ചെയ്യും. നീ ഹോസ്റ്റലിൽ ഫോണിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം. ആൻഡ് എല്ലാ ശനിയാഴ്ചയും അതെന്നോട് ഓപ്പറേഷൻ ഡേ ആക്കുമേ, അറൌണ്ട് ദ സെയിം ടൈം 4-4:30 നീ എനിക്കൊരു കോൾ ബുക്ക് ചെയ്യണം. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ ഇൻ ദ ഹോസ്പിറ്റൽ. ഡൺ ബോസ്. Be smart, man. ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. പാട്ടിയോട് യാത്ര വയ്ക്കേ. നന്നാ പഠിക്കണുണ്ടാ, ദീർഘായുസായിരുടാ. இனிமே நான் உன்னை எப்படா பார்க்க போறேன்? நான் வெக்கேஷனுக்கு வருவேனே பாட்டி. பாட்டி, நீ தானே நேத்தைக்கு சொன்னேன் வருத்தப்படக்கூடாதுன்னு. அப்பா, நீங்க സ്റ്റേഷനുക്ക് വര വേണ്ട. വന്നാൽ വണ്ടി പുറപ്പെടുമ്പോ നമ്മൾ രണ്ടാളും വേണ്ട അപ്പാ. சரிடா கண்ணா, அம்மா முன்னாடி போய் தொழுதுட்டு வா. நான் போயிட்டு வரேம்மா. அப்பாவை நல்லா கவனிச்சுக்கோ. இறங்க வேண்டாம். பாலு, എന്താ ബാലു, നീ വരില്ലേ സ്റ്റേഷനിലേക്ക്? ഞാൻ വേണ്ട, വെറുതെ എന്തിനാ? നിങ്ങളെല്ലാവരും വരുന്നുണ്ടല്ലോ, അതുവേ പോതും. പിന്നെ പാട്ടിയുടെ ഒറ്റയ്ക്ക് തന്നെ. ஏன் லைட் போடல? ஏண்டா லைட்ட போட்ட? அவன் கொஞ்ச நாள் இருட்டுல உட்கார்ந்துருந்தான்னா மனசுக்கு நிம்மதியா இருக்கும். அது எங்க உனக்கு தெரிய போறது? மணியண்ணாவுக்கு காஃபி.
காஃபியா இப்ப டைம் என்னாச்சு தெரியுமா? 7:30. இந்த டைம்ல யாராவது காஃபி சாப்பிடுவாங்களா? பாட்டி ஆ? ஒரு குப்பி ஐஸ் வாட்டர், 2 கிளாஸ். நாங்க அந்த லோன்ல இருக்கோம். ம். ம். Well, my dear students, now I will introduce myself. I am Ramanathan, your professor, and I will teach you architectural engineering. You know, this is a professional college. ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക പ്രൊഫഷനെ ലാക്കാക്കിയുള്ള വിഷയമാണ്. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഗിരിപ്രഭാഷണം കഴിഞ്ഞെങ്കിൽ സാർ കുറച്ചോണ്ട് മാറിന്നേ. രാമു, എന്തായി കാണിക്കുന്നത്? ഈ കൊച്ചുങ്ങളെ ഞങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ. അല്ലെങ്കിൽ സീനിയേഴ്സിനെ കാണുമ്പോൾ ഇവറ്റേക്ക് ഒരു വിലയുണ്ടാവില്ല. ഗണേഷ്, പ്ലീസ് ആ കസേരയിൽ എങ്ങനെ പോയിരുന്ന ചെറിയ റെസ്റ്റ് എടുക്കും പ്രൊഫസറെ. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇതൊരു ക്ലാസ് റൂം അല്ലേ? പ്ലീസ് സാർ ഒരു കാര്യം ചെയ്യും. കണ്ടു നിൽക്കാൻ വിഷമാണെങ്കിൽ സ്റ്റാഫ് റൂം വരെ ഒന്ന് പോയിച്ചു വാ. നിന്ന് ചിണങ്ങാതെ കാര്യത്തിലേക്ക് കിടക്കടാ. എഴുന്നേക്കടാ. എന്താ വള നിന്റെ പേര്? ശ്യാം. ശ്യാമ സുന്ദര പുഷ്പമേ, കയറുന്നില്ലടാ ബെഞ്ചില്. കയറാൻ. നിന്റെ പേരോ? വിഷ്ണുനാരായണൻ നമ്പൂതിരി. നിനക്കെന്താ ദിക്കുണ്ടോ? കുടുംബം മുറിച്ചിട്ട് എത്രയായി തിരുമേനി? ഉപനയനം കഴിഞ്ഞ് മുറിച്ചു. വേണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ കുടുംബം വെച്ച് നടക്കുന്ന ഒരു പുതിയ ഫാഷനായേനെ. കുടുംബം മാത്രം പോരാ, പൂണൂലും വെളിയിൽ കാണണം. ഈ ഷർട്ട് അതിനൊരു തടസ്സം അല്ലേ എളിയാ? ഇനി ഒരു ഓലക്കൂടെയും മെതിയും കൂടെ ആയ സംഗതി ക്ലീൻ. ഉപദ്രവിക്കരുത്, അപമാനിക്കരുത്. ഞാൻ പാവാണെന്ന് ഞങ്ങൾക്കൂടെ ഒന്ന് ബോധ്യമാണ്ടേ? ഒരു കാര്യം ചെയ്യും, ഈ ബെഞ്ചിന്റെ മുകളിൽ കയറി ബാബൊത്തി ഒന്ന് ഓച്ചാനിച്ച് നിന്നേ കാണട്ടെ. കയറ പാട്ട തമ്പൂരി. ശബ്ദം പുറത്ത് കേൾക്കരുത്. ആ ക്ലാസ്സിലിട്ടെങ്ങാനും പെടുത്തു കളയൂടാ. നിന്റെ പേരെന്താ? രാജു വിശ്വം. ഇവനാ റാങ്കുകാരൻ. പത്രത്തിൽ പടം വന്നത് കണ്ടിട്ടില്ലേ? ഓ, രാഷ്ട്ര നിർമ്മാണത്തിനായി സ്വയം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യുവ പ്രതിഭ. എത്ര മുടക്കടാ റാങ്ക് ഒപ്പിച്ചെടുക്കാൻ? ഓൾ ഇന്ത്യ റാങ്കനാണ്. അപ്പൊ ഇവനാള് VIP ആണല്ലോ. ഇവനെ വെറുതെ വിട്ടാ പറ്റൂല. VIP ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണം, അല്ലേ? മോശം. Please, boys. Please. Please. Come on, boys. Please, for heaven's sake, please behave yourself. ക്ലാസ് ടൈമിൽ ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമല്ലേ? ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവരെ പരിചയപ്പെടാമല്ലോ. അത്രയെങ്കിലും ഡിസിപ്ലിൻ നമുക്ക് വേണ്ടേ? Please, boys. I plead to you. നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തു പോകണം. I beg you, my boys. Please. പ്രിൻസി കാല് പിടിക്കുന്നല്ലേ? എന്തോ വേണം? തൽക്കാലം ഇറങ്ങി കൊടുക്കാം. ഒന്നുമില്ലെങ്കിലും അനുസരണശീലമുള്ള നല്ലൊരു പ്രിൻസി അല്ലേ? പീക്കിരി പിള്ളേരെ മുമ്പ് ചുമപ്പിച്ചിന്റെ വെയിറ്റ് കളയണ്ട. രാമു പറഞ്ഞാ പിന്നെ ഞാൻ കപ്പിയിലില്ല. എന്നാ വാ. Sit down, please. Sit down. Mr. Ramanathan, carry on.